നമസ്കാരം, എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏത് തരം പ്രണയമാണ്, അതായത് ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ് ആൻഡ് കാർമിക്, ഇതിൽ ഏത് തരം പ്രണയമാണ് നിങ്ങളുടേതെന്ന് നോക്കാനാണ് പോകുന്നത്. മദർ യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിൻ്റെ ഏത് തരം പ്രണയമാണ്? ഈ രണ്ട് കാർഡിലെ ഫയൽ 1, ഫയൽ 2, ഈ രണ്ട് കാർഡിൽ ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ മനസ്സൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് കളർ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഫയൽ 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് കളർ പെന്നാണ് വെച്ചിരിക്കുന്നത്. ഫയൽ 2 എന്ന് വെച്ചാൽ ഗ്രീൻ കളർ പെന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിലേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങളെ പേഴ്സണെ മനസ്സിൽ ചിന്തിച്ചിട്ട് 3 തവണ അവരുടെ പേര് പറഞ്ഞിട്ട് 3 തവണ ബ്രീത്ത് ഔട്ട് ചെയ്ത് ഡീപ്പ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഇതിലൊരു ഫയൽ നിങ്ങൾ ചൂസ് ചെയ്യാം. ആദ്യത്തെ ഫയല് പേജ് ഓഫ് വാണ്ടാണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ഫയല് 10 ഓഫ് വാണ്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ ഫയലിൻ്റെ റീഡിങ് നോക്കാം. Six of Pentacles, 4 of Wands, 9 of Wands, 8 of Wands, the Empress, 4 of Pentacles, 9 of Pentacles, 7 of Swords, Knight of Cups, 2 of Wands, Ace of Cups, the Magician, Knight of Swords, and the Devil. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ട് 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് പൈലിൻ്റെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിക്കുമ്പോഴും നിങ്ങൾ പരസ്പരം നല്ല രീതിയിൽ സഹകരിച്ചു പോകാൻ സാധിക്കുന്നവരാണ്. സന്തോഷകരമായൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാക്കാൻ സാധിക്കുന്നവരാണ്. എന്നാൽ പല കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ വേണ്ടത്ര തൃപ്തി ലഭിക്കാതെ ചില കാര്യങ്ങളിൽ പോകുമായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് രണ്ടുപേരും ഒരുമിക്കാനുള്ള സാധ്യതയുള്ള വ്യക്തികളാണ്. നിങ്ങളിൽ നിന്നിട്ട് ആ വ്യക്തിക്ക് വളരെയധികം സന്തോഷമൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ ഒരു നല്ല രീതിയിൽ ആ വ്യക്തിയെ പരിപാലിച്ച് പോരുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ തന്നെയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കണക്ഷനാണ്. പക്ഷെ കൂടുതലും ഇതിൽ പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഈ പെൻറ്റക്കിൾസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ കൂടുതലും ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡെപ്തിനേക്കാളും കൂടുതൽ ഇതിൽ കാണുന്നത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം വരിക. കാരണം ചിലപ്പോൾ ഒരു ചീറ്റിംഗ് ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഇതൊരു കാർമിക് റിലേഷനാണ്. ഇത് ഡെവിൽ കാർഡ് പറയുന്നത് തന്നെ ഇതൊരു കാർമിക് റിലേഷനാണ്. നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ഈ ലൈഫിൽ നിങ്ങൾ പഠിക്കാനുള്ള ഒരു നിങ്ങളുടെ ലൈഫ് ലെസണിന് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സോൾ കണക്ഷൻ ആയിട്ടോ ഒരു ട്വിൻ ഫ്ലെയിമോ അങ്ങനെയൊന്നും ആയിട്ടല്ല കാണാൻ സാധിക്കുന്നത്. കൂടുതൽ പേർക്ക് ഇതൊരു കാർമിക് റിലേഷൻ ആവാനായിട്ടാണ് സാധ്യത. ഇത് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെസൺ തന്നിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്ന് പോവുകയോ നിങ്ങളുടെ ലൈഫിലേക്ക് തുടരുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ലെസൺ ഈ റിലേഷൻഷിപ്പ് പഠിപ്പിക്കും. നിങ്ങൾക്ക് പരസ്പരം നല്ല രീതിയിലുള്ള സ്നേഹമുണ്ട്. ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, പാസ്റ്റ് ലൈഫ് കർമ്മയാണ്. നിങ്ങൾക്ക് ചില സമയത്ത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമോ ഒരു രണ്ട് രീതിയിൽ തുടരണമോ വേണ്ടയോ എന്നുള്ളൊരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കും നിങ്ങൾ രണ്ടുപേരും. എന്നാൽ പരസ്പരം വളരെയധികം സ്നേഹമുണ്ടെങ്കിലും ഇതിൽ കുറച്ച് മാനിപ്പുലേഷനൊക്കെ നടക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ചില സമയത്ത് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയും ചില സമയത്ത് അതൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെ പോവുകയും പിന്നെയും വീണ്ടും അത് ഒരു സന്തോഷകരമായി വീണ്ടും വന്നു ചേരുകയും പിന്നെ ഓൺ ആൻഡ് ഓഫ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പായിട്ട് ഇത് പോകും. ചിലപ്പോൾ ഇതൊരു ടോക്സിക് ആയിട്ടൊക്കെ തോന്നുന്ന രീതിയിലായിരിക്കും ഇത് പോവുക. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക. വളരെ സന്തോഷിച്ചിരിക്കുമ്പോൾ പിന്നെ കുറച്ചാള് ഒരു വേദന തരും, പിന്നെയും വരും, പിന്നെയും സന്തോഷം വന്നു കഴിയുമ്പോൾ പിന്നെയും ഒരു വേദന വന്ന് പോവും. അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണിത്. ഇത് ശരിക്കും ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കേണ്ടതാണ്.
ചീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് ചിലപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവിക്കാം, നിങ്ങളെ മറ്റൊരു രീതിയിലേക്ക് ചീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ശരിയായൊരു തീരുമാനം എടുത്തിട്ട് പോവുക. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഡെവിൾ എനർജി അതാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വ്യക്തിയിൽ വളരെയധികം അഡിക്ഷൻ അനുഭവപ്പെടുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളിൽ നിന്നിട്ട് പോകുമ്പോൾ നിങ്ങൾ വളരെയധികം വേദന അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ റിലേഷൻഷിപ്പ് വളരെ സന്തോഷകരമായിട്ട് എൻജോയ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇടയ്ക്ക് പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നീട് അത് മാറി മുന്നോട്ട് പോകുന്നതാണ് പറയാൻ സാധിക്കുന്നത്. ഇതൊരു കാർമിക് റിലേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് പൈൽ നോക്കാം. സെക്കൻഡ് പൈൽ 10 ഓഫ് വാണ്ട്സിന്റെ ട്രേഡിംഗ് എന്നാണ്. സെക്കൻഡ് പൈൻ്റെ സ്പ്രെഡ് ഇതാണ് കിട്ടിയിരിക്കുന്നത്. 10 ഓഫ് വാണ്ട്സിൻ്റെ ആണ്. നിങ്ങൾക്ക് ചില സമയത്ത് റിലേഷൻഷിപ്പിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഈ റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നങ്ങളുള്ളതായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നുന്നതായിട്ടൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യും. എന്തോ ഇതൊരു കാർമിക് റിലേഷനാണോ പ്രശ്നങ്ങളാണോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ പല സംഭവങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കുറച്ച് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ പല പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെവിടെ നിന്ന് നിങ്ങളൊക്കെ ചതികളോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം എന്തെങ്കിലും ചതിക്കുന്ന പോലെയുള്ള ഫീലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അതൊക്കെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ ഇതൊരു കാർമിക് റിലേഷൻ ആണെന്ന് പോലും തോന്നുന്ന രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷെ ഇത് കാണുന്ന എല്ലാവരുടെയും ഒരു ടിൻ സോൾമേറ്റ് കണക്ഷൻ ആവാനാണ് സാധ്യത. അതായത് നിങ്ങളുടെ ഒരു കാലചക്രം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഈ ഒരു വിഷമിച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ബ്രേക്കപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നത് നിങ്ങളെ ഒരു വിധി എന്ന് പറയുന്നത് കാലചക്രം നിങ്ങൾക്ക് കുറച്ച് നാൾ നിങ്ങളുടെ മൂല്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് നോ കോണ്ടാക്ട് ഒക്കെ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ബ്രേക്കപ്പ് നോ കോണ്ടാക്ട് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ അതൊരു കുറച്ച് നാളുകൾക്ക് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതൊരു തരണം ചെയ്ത് പുറത്ത് പോരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി പുറത്തേക്ക് പോരേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നും ഇതൊരു കാർമിക് റിലേഷൻ ആണോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമുള്ളതാണോ ടോക്സിക് റിലേഷൻ ആണോ എന്നൊക്കെ ചില സമയത്ത് ചില വ്യക്തികൾക്ക് തോന്നാനുള്ള സാഹചര്യം കൂടി കാണുന്നുണ്ട്. ആ വ്യക്തി ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങളാണ്. ആ വ്യക്തി നമ്മളെ ചതിക്കുകയാണോ നമ്മളോട് കള്ളം പറയുകയാണോ അങ്ങനെയൊക്കെ ഒരു ഫീല് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കേണ്ടതാണ്. എന്നാലും ഈ കാർമിക്കിന്റെ ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ടെൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക തന്നെ. കാരണം നമ്മൾ വിചാരിക്കും വളരെ സ്മൂത്ത് ആയിട്ട് ടെൻ ഫ്ലെയിം അല്ലേ അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ അല്ലേ വളരെ സ്മൂത്ത് ആയിട്ട് എന്നും ഇങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഒരു പ്രശ്നങ്ങളില്ലാതെ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ നല്ല രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഈ ടെൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനിൽ വളരെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ച അതിലൂടെ തരണം ചെയ്തിട്ടൊക്കെയാണ് നമുക്കൊരു ലൈഫിൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പിന്നീട് സാധിക്കുള്ളൂ. കുറേ നാളുകൾ നമ്മൾ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. നമുക്ക് തോന്നും ഈ റിലേഷൻഷിപ്പ് വേണമായിരുന്നു എന്നൊക്കെ ചില സാഹചര്യങ്ങളിൽ തോന്നും. നമുക്ക് അത്രയ്ക്കും വേദനകളൊക്കെ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് കിട്ടും. കാരണം കൂടുതലും നമ്മൾ
ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ആ വ്യക്തി നമ്മളിലേക്ക് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളില്ലേ, അങ്ങനെയൊക്കെ പരസ്പരം തോന്നും. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇതാവേണ്ട സമയത്ത് പിരിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളുടെ വാല്യൂ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിരിഞ്ഞിരിക്കേണ്ടത് ആ ഒരു ടൈം ആകുമ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നിക്കും അയാൾ എന്നെ പറ്റിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അയാൾ എന്നെ ശരിയായ രീതിയിലല്ല എന്നെ പറഞ്ഞു പറ്റിക്കണം, എന്നെ ചതിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ പരസ്പരം വരുന്നതും അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാതെ ഒന്ന് സ്റ്റക്കായിട്ട്, പക്ഷെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം നിങ്ങളുടെ അങ്ങനെയുള്ള കണക്ഷനാണ്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ വളരെ സന്തോഷത്തോടു കൂടി പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കാലം നിങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ നിൽക്കുകയും ചെയ്യും. പക്ഷെ ആ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ വളരെ നന്നായിട്ട് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവരില്ലാതെ നിങ്ങളില്ലാതെ അവർക്കോ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേക്കപ്പോ നോ കോണ്ടാക്റ്റ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത്. കാരണം അത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആണ്, സോൾമേറ്റ് കണക്ഷനാണ്, ടിൻ ഫ്ലെയിം കണക്ഷനാണ്. അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ആ ഒരു ഡെപ്ത്, അതിൻ്റെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെയുള്ളൂ കുറച്ച് ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അത് നിങ്ങളുടെ മൂല്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ ഉള്ളത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വേദനിച്ച് ഒരു 10 ഓഫ് സോർട്സിൻ്റെ ഒക്കെ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ശരീരം മൊത്തം ഈ വാളുകൾ തർച്ചമായിരുത്ത വേദനയും പ്രശ്നങ്ങളും നിങ്ങളുടെ 2 പേർക്കും നിങ്ങൾ എന്താ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും നല്ല രീതിയിൽ തുടങ്ങും. നിങ്ങൾ ദ ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാർഡാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. സോൾ കണക്ഷൻ്റെ അല്ലെങ്കിൽ ടിൻ ഫ്ലെയിമിൻ്റെ ഒക്കെ ഒരു നല്ല കാർഡാണ് കിട്ടിയിരിക്കുന്നത്. 2 ഓഫ് കപ്പൊക്കെ കിട്ടിയിരിക്കുന്നത് അതാണ്. സൺ കാർഡ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ബ്രൈറ്റ് ആയിട്ട് ഫ്യൂച്ചർ വളരെ നല്ല രീതിയിൽ പോകുന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജോലി ആയാലും എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് നൽകിയിട്ടുള്ളതായിരിക്കും. നിങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാനായിട്ട് ഉള്ള എല്ലാ രീതിയും, എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് പ്രോസ്പിരിറ്റി ഒക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അത് ഇനി അധികം ഈ ഒറ്റപ്പെട്ട ഈ ഒരു അവസ്ഥ ഇനി അധികം നാളില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഒരുവിധം കുറേ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചില ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് കുറച്ച് ടൈം എടുക്കും. ഒന്ന് തുടക്കം, ദ സ്റ്റാർ എന്ന് പറഞ്ഞത് നിങ്ങളിപ്പോൾ നനച്ച് തുടങ്ങിയിട്ടുള്ളൂ. അതൊക്കെ ഇനി ഒരു സീഡ് വളർന്ന് വലുതായി അതിൻ്റെ ഫലം കിട്ടേണ്ട ടൈം, അത്രയ്ക്കും ടൈമൊക്കെ എടുക്കുന്ന പോലെ കുറച്ചങ്ങോട്ട് ലോങ് ആയിട്ട് പോകും. ചില ആൾക്കാർ വളരെ വേഗത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ടൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സെക്കൻഡ് പൈലിൻ്റെ കിട്ടിയിരിക്കുന്നത് സോൾമേറ്റ് അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് സ്നേഹത്തോടു കൂടി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പരസ്പരമുള്ള ചെറിയ തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ ഒക്കെ ആണെങ്കിൽ പറഞ്ഞിട്ട് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക് യു.